വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രകൃതി സംരക്ഷണ സമിതി സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി. നിബന്ധനകൾ ലംഘിക്കപ്പെടുന്നുണ്ടെന്ന് കണ്ടാൽ പരാതിക്കാർക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. പരാതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനും സുപ്രീം കോടതി വിസമ്മതിച്ചു. വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രകൃതി സംരക്ഷണ സമിതി സമർപ്പിച്ച അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. നിബന്ധനകൾ ലംഘിക്കപ്പെടുന്നുണ്ടെന്ന് കണ്ടാൽ പരാതിക്കാർക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനും സുപ്രീം കോടതി വിസമ്മതിച്ചു. തുരങ്കപാത സംസ്ഥാനത്തിൻ്റെ ജീവരേഖയാണെന്നും അങ്ങേയറ്റം പ്രധാനപ്പെട്ട പദ്ധതിയാണെന്നും കോടതി നിരീക്ഷിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി വിശദമായി പരിഗണിച്ചിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിച്ചല്ലേ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത് എന്നും കോടതി ചോദിച്ചു. വിദഗ്ധർ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അഭിപ്രായം നൽകുമ്പോൾ സാധാരണക്കാരല്ല അതിൽ വിധി പറയേണ്ടതെന്നും കോടതി പറഞ്ഞു. ഒരു പദ്ധതിയുടെ എല്ലാ വശങ്ങളും പഠിച്ചാണ് വിദഗ്ധ സമിതികൾ നിർദ്ദേശം നൽകുന്നതെന്നും അതിനാൽ ആ റിപ്പോർട്ടുകളെ അവിശ്വസിക്കേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.